ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഇന്റർമീഡിയറ്റിനെ കുറിച്ചാണ്. CMA ഇന്റർമീഡിയറ്റിലേക്ക് നിങ്ങൾ രണ്ട് വഴിയിലൂടെ ആയിരിക്കും എത്തുന്നത്. ഒന്ന്, +2 കഴിഞ്ഞ് നിങ്ങൾ CMA ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് CMA ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. +2 കഴിഞ്ഞ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ CMA CAT അഥവാ ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞാണ് നിങ്ങൾ CMA ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. ആ CAT അഥവാ ഫൗണ്ടേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ദെൻ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ അത് ഏത് ഡിഗ്രിയും ആവാം, BSc ആവട്ടെ, BBA ആവട്ടെ, BCom ആവട്ടെ, എനി ഡിഗ്രി. നിങ്ങൾ ഏത് ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് CMA ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് CMA ഇന്റർമീഡിയറ്റിൽ വരുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇന്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പുകളാണുള്ളത്. 2 ഗ്രൂപ്പിലും 4 പേപ്പേഴ്സ് വെച്ച് ടോട്ടൽ 8 പേപ്പറാണ് നമുക്ക് CMA ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യ ഗ്രൂപ്പിലെ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പേപ്പർ 5 അതാണ് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്. നമ്മൾ CATൽ അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന ലോന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇന്റർമീഡിയറ്റിൽ പഠിക്കുന്നത്. ദെൻ പേപ്പർ 6 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. അതും നമ്മൾ ഓൾറെഡി CAT അഥവാ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് ഇന്റർമീഡിയറ്റിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. പേപ്പർ 7 എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അത് CAT പഠിക്കുകയാണെങ്കിൽ CATൽ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഇന്റർമീഡിയറ്റിലാണ് കുറച്ചും കൂടി സബ്ജക്റ്റുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. നമ്മളുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റുകൾ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് ഇന്റർമീഡിയറ്റിലായിരിക്കും. പേപ്പർ 8 കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് കോസ്റ്റിങ്ങിനെ കുറിച്ചും, പ്രൈസ് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ലാഭം കൂട്ടാം, അങ്ങനെ ടോപ്പ് മാനേജ്മെന്റിന് ആവശ്യമായ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരാളാണ് CMA എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 പേപ്പർ, ലോ, അതുപോലെ തന്നെ അക്കൗണ്ടിങ്, ടാക്സ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പിലെ 4 പേപ്പേഴ്സ്. ഇനി നമ്മൾ ഗ്രൂപ്പ് 2ലേക്ക് വരുമ്പോൾ അവിടെയും 4 പേപ്പേഴ്സ് തന്നെയാണുള്ളത്. അതിൽ ആദ്യത്തെ പേപ്പർ 9 ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഓറിയന്റഡ്, അതുപോലെ തന്നെ കുറച്ച് തിയറിയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. നമുക്കൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പേപ്പറാണ് പേപ്പർ 9 എന്ന് പറയുന്നത്. ഇനി പേപ്പർ 10 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മളെ കമ്പനി അക്കൗണ്ട്സും അതുപോലെ തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ച് എങ്ങനെയാണ് ഒരു ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ. ഇനി പേപ്പർ 11ലേക്ക് വരികയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതും, നമ്മളൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറി വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ഓരോ സബ്ജക്റ്റുകളും, നമ്മൾ ഈ പഠിക്കുന്ന 8 സബ്ജക്റ്റുകളും നമ്മൾ എടുക്കുന്ന ജോലിക്കനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ മേഖല, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഒക്കെ ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൂടെയുള്ളതാണ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്, അതായത് AI. നമുക്കറിയാം AI നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ. അപ്പോൾ ആ AIയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന ഏരിയയാണ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് പേപ്പർ 12 എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. അതും കോസ്റ്റിംഗ് തന്നെയാണ്. കോസ്റ്റിങ്ങിൻ്റെ കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് ലെവൽ, ഒരു ഡിസിഷൻ മേക്കിംഗ് ലെവലായിട്ടുള്ള കുറച്ച് കോസ്റ്റിംഗ് ഏരിയ ആണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇന്റർമീഡിയറ്റിലെ 2 ഗ്രൂപ്പുകളിൽ വരുന്ന 8 പേപ്പേഴ്സ്. ഇനി നമുക്ക് എക്സാം ക്രൈറ്റീരിയയെ കുറിച്ച് നോക്കിയാലോ. എക്സാം ക്രൈറ്റീരിയ വരുന്നത് നമുക്ക് 30 മാർക്കിന് ഒബ്ജക്റ്റീവും 70 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവുമായിട്ടാണ് എക്സാംസ് ഉണ്ടാവുക. പിന്നെ നമുക്ക് 2 ഗ്രൂപ്പുകളിൽ 4 പേപ്പർ വെച്ചാണെന്ന് പറഞ്ഞു. 4 പേപ്പറിൽ 100 മാർക്കിനായിരിക്കും എക്സാംസ്. അപ്പോൾ ടോട്ടൽ 4 പേപ്പർ എഴുതുമ്പോൾ 400 മാർക്കിനായിരിക്കും എക്സാംസ്. നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സാവണം. അതായത് 40 മാർക്ക് മിനിമം വേണം. അഗ്രിഗേറ്റ് 50% മാർക്ക് വേണം. അതായത് 400-ൽ 200 മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതായത് 40, 40, 40, 40 എല്ലാം പാസ്സല്ലേ? ആണ്. പക്ഷെ നിങ്ങൾ പാസ്സാവില്ല. ബിക്കോസ് യുവർ അഗ്രിഗേറ്റ് ഈസ് ഓൺലി 160. നിങ്ങൾക്ക് 200 മാർക്ക് അഗ്രിഗേറ്റ് വേണം, ഇൻഡിവിജ്വലി 40 വേണം. ദാറ്റ് മീൻസ് 50-50-50-50 ആണെങ്കിൽ നിങ്ങൾക്ക് 200 മാർക്കായി,
ഇൻഡിവിജ്വലി 40 എബവ് ഉണ്ട്, യു ആർ പാസ്ഡ്. ഇനി 60-40 അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ടോട്ടൽ 200 ആണ്, എല്ലാ സബ്ജക്റ്റിലും 40 ഉണ്ട്, നിങ്ങൾ പാസ്സായിരിക്കും. ഓക്കെ, സോ ഏതെങ്കിലും വിഷയത്തിൽ 40-ൽ താഴെ പോയാലോ അഗ്രിഗേറ്റ് 200 എത്തിയില്ലെങ്കിലോ നിങ്ങൾ സബ്ജക്റ്റ് ഫെയിലാവും, ആ ഗ്രൂപ്പ് ഫെയിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് മാത്രമായും എഴുതാം, 2 ഗ്രൂപ്പ് ഒരുമിച്ചും എഴുതാം. അതായത് ബോത്ത് ഗ്രൂപ്പും എഴുതാം, സിംഗിൾ ഗ്രൂപ്പും എഴുതാം. സിംഗിൾ ഗ്രൂപ്പ് എഴുതുകയാണെങ്കിൽ 4 പേപ്പറിൽ 400-ൽ 200 മാർക്ക് വേണം, എല്ലാം പാസ്സാവണം. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ബോത്ത് ഗ്രൂപ്പാണ് എഴുതുന്നതെങ്കിൽ 8 പേപ്പറിലായിരിക്കും എക്സാം. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് എത്ര വേണം? 800-ൽ 400 വേണം, എല്ലാ സബ്ജക്റ്റുകളും എന്താവണം? പാസ്സാവണം. അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സിൽ കൂടുതൽ മാർക്കും ചില സബ്ജക്റ്റിൽ കുറവ് മാർക്കുമാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റായി 2 ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് പാസ്സാവാനും അതുപോലെ തന്നെ റാങ്ക് കിട്ടാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്ത്യയിൽ 50 റാങ്കുകൾ ഉണ്ടാവും. ഈ 50 റാങ്ക് കിട്ടണമെങ്കിൽ ബോത്ത് എഴുതുന്ന ആളുകൾക്ക് മാത്രമാണ് റാങ്ക് ഹോൾഡേഴ്സ് ആവാൻ സാധിക്കുകയുള്ളൂ. സിംഗിൾ ഗ്രൂപ്പ് എഴുതുകയാണെങ്കിൽ റാങ്ക് കിട്ടില്ല, ബട്ട് അത് ഓരോരുത്തരുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. CME ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് വർഷത്തിൽ 2 തവണയാണ് എഴുതാൻ പറ്റുക. ജൂൺ അറ്റംപ്റ്റിലും ഡിസംബർ അറ്റംപ്റ്റിലുമായിട്ട് 2 തവണ നിങ്ങൾക്ക് എക്സാംസ് എഴുതാവുന്നതാണ്. അങ്ങനെ CME ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് CMA ഫൈനൽ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഒരു 15 months പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പിന്നാലെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.